കഥയെ ആരംഭിക്കുന്നത് അന്ന എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജിംനാസ്റ്റിക് സ്റ്റുഡിയോയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവൾ അന്ന് അവളുടെ ഒരു ഉറ്റ സുഹൃത്തുമായി അടിയുണ്ടാക്കി. അതിന്റെ പേരിൽ അവിടെ നിന്നും അവൾ പുറത്താക്കപ്പെടുകയും ചെയ്തു. കഥയെ അവിടെ നിന്നും പോച്ചുലം എന്നു പേരുള്ള ഒരു ഷോപ്പിലേക്ക് തിരിയുന്നു. അതൊരു ഹെർബൽ മെഡിസിൻ ഷോപ്പാണ്. അങ്കിൾ ടാക്ക് എന്നു പേരുള്ള ഒരു ഫോർമർ മാർഷൽ ആർട്സ് ടീച്ചറായ ഒരു വ്യക്തിയാണ് ആ ഷോപ്പ് നടത്തുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭിത്തിയിൽ കണ്ട ഒരു ചിത്രം കണ്ട് അങ്കിൾ ടാക്കിന്റെ ഒരു പേഷ്യന്റ് ഇതാരാണെന്ന് ചോദിച്ചു. അത് തന്റെ ആദ്യ സ്റ്റുഡന്റായ ജെറ്റിന്റെ ഫോട്ടോ ആണ് എന്നായിരുന്നു അങ്കിളിന്റെ മറുപടി. അവൻ ഹോങ്കോങ്ങിൽ നിന്ന് അമേരിക്കയിലേക്ക് എന്റെ കൂടെ ജീവിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നതാണെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല എന്നും അങ്കിൾ ടാക്ക് കൂട്ടിച്ചേർത്തു. കൂട്ടത്തിൽ അവിടെ മറ്റൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അങ്കിളിന്റെ രണ്ടാമത്തെ മികച്ച സ്റ്റുഡന്റിന്റെ ഫോട്ടോ അമേരിക്കക്കാരനായ ജോണി. പക്ഷേ ജോണി മാർഷൽ ആർട്സ് പഠനമൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ അങ്കിൾ ടാക്കിന് വിട്ടുപോയി. പിന്നീട് അവനെ പറ്റി ഒരു വിവരവുമില്ല. പേഷ്യന്റ് പോയ ശേഷം അങ്കിൾ ടാക്ക് ഷോപ്പ് പൂട്ടി ഇറങ്ങാൻ ആരംഭിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു സംഘം നടന്നു വന്നത്. അതിന്റെ ലീഡറായി ജോണി മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ജോണി അങ്കിൾ ടാക്കിനെ ഒരു ഫൈറ്റിന് വെല്ലുവിളിച്ചു. പക്ഷെ താൻ ഫൈറ്റിനൊന്നുമില്ല എന്ന് പറഞ്ഞ അങ്കിൾ ടാക്ക് പിന്മാറി. ജോണി പക്ഷേ തീരുമാനത്തിൽ ഉറച്ചു തന്നെയായിരുന്നു. അങ്കിൾ ടാക്കിനെ വീണ്ടും ജോണി ഫൈറ്റിന് വെല്ലുവിളിച്ചു. അങ്കിൾ ടാക്കിന്റെ ഷോപ്പ് നശിപ്പിക്കാൻ തുടങ്ങി. അതോടെ അങ്കിൾ ടാക്കും ഫൈറ്റിന് തയ്യാറായി. അവർ തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോണിക്ക് ഒരു ലക്ഷ്യമുണ്ട്. അമേരിക്കയിലുള്ള എല്ലാ ഫൈറ്റേഴ്സിനെയും മാർഷൽ ആർട്ടിസ്റ്റിനെയും ഒക്കെ തോൽപ്പിക്കണം. അമേരിക്കയിലെ ഏറ്റവും കരുത്തൻ എന്ന പേര് നേടണം. മാത്രമല്ല ആ ഇമേജ് ഉപയോഗിച്ച് അവന്റെ മാർഷൽ ആർട്സ് സ്കൂൾ വളർത്തണം. ശക്തമായ ഒരു ഫൈറ്റ് തന്നെ അരങ്ങേറി. പക്ഷേ അങ്കിൾ ടാക്കിന് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പ്രായാധിക്യം അങ്കിൾ ടാക്കിനെ കുറച്ചൊക്കെ തളർത്തിയിരുന്നു. ജോണിക്ക് മുമ്പിൽ അങ്കിൾ ടാക്ക് പരാജയപ്പെട്ടു. ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണിത് അതുവഴി പോയ അന്ന കാണുന്നത്. അന്ന ഉടൻ അതിലിടപെട്ടു. അങ്കിൾ ടാക്കിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. പിന്നീട് തന്റെ വീട്ടിലെത്തിച്ച് അവിടെ പാർപ്പിച്ച് ട്രീറ്റ് ചെയ്യാനും തുടങ്ങി. കഥ അവിടെ നിന്നും ജെറ്റ് എന്ന് എല്ലാവരും വിളിക്കുന്ന ജെറ്റ്ലിയിലേക്ക് തിരിയുന്നു. ജെറ്റ് അമേരിക്കയിലേക്ക് വന്നിറങ്ങുകയായിരുന്നു. ബസ്സിൽ ഒരിടത്ത് എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയ ജെറ്റിനെ തങ്ങളുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മോഷ്ടിക്കാൻ 3 മോഷ്ടാക്കൾ ശ്രമിച്ചു. പക്ഷെ അവരുടെ രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമം മാർഷൽ ആർട്സ് എക്സ്പേർട്ടായ ജെറ്റ് തടഞ്ഞു. ജെറ്റിന്റെ മാർഷൽ ആർട്സ് സ്കില്ല് കണ്ട് അവർ കുറച്ചൊക്കെ ഭയന്നു പോയിരുന്നു. പക്ഷേ ജെറ്റിന് മുമ്പിൽ അവർ പതറിയില്ല. ജെറ്റിനടുക്കൽ തങ്ങളെ ശിഷ്യന്മാരായി സ്വീകരിക്കാമോ എന്ന തരത്തിൽ അവർ ചോദിച്ചു. ജെറ്റാകട്ടെ ആ മോഷ്ടാക്കളെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്ന് മുമ്പോട്ട് പോയി. പക്ഷേ മോഷ്ടാക്കൾ തങ്ങളെ ശിഷ്യന്മാരാക്കാമോ എന്ന് ചോദിച്ച് കുറെ നേരം ജെറ്റിനെ പിന്തുടർന്നിരുന്നു. പക്ഷേ ഒരു തരത്തിൽ അവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് ജെറ്റ് രക്ഷപ്പെട്ടു പോന്നു. ഒടുവിൽ ജെറ്റ് തന്റെ മാസ്റ്ററുടെ ഷോപ്പിലേക്ക് എത്തിച്ചേരുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴോ മാസ്റ്ററെ കാണുന്നില്ല. ഷോപ്പാണെങ്കിൽ ആകെ തകർന്നു കിടക്കുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ജെറ്റിന് തോന്നിയിരുന്നു. സംശയം തോന്നി കടയ്ക്കകത്തേക്ക് കടന്നു കയറിയപ്പോഴായിരുന്നു തകർക്കപ്പെട്ട രീതിയിൽ ഷോപ്പിന്റെ ഭാഗങ്ങൾ ജെറ്റ് കണ്ടത്. ഇതേ സമയം അങ്കിൾ ആകട്ടെ അന്നയുടെ വീട്ടിൽ പൂർണ്ണമായി സുഖപ്പെടാത്തതുകൊണ്ട് അപ്പോഴും ചികിത്സയിൽ കഴിയുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞതും അങ്കിളിന്റെ ഷോപ്പ് സീൽ ചെയ്യാൻ വേണ്ടി കുറച്ചാളുകൾ വന്നു. ജെറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചു. വഴക്കുണ്ടാക്കി. മെയ് എന്ന പേരുള്ള ഒരു യുവതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവർ സീൽ ചെയ്യാൻ എത്തിയിരുന്നത്. പിന്നാലെ മെയ്യുമായി ജെറ്റ് സംസാരിച്ചു. അപ്പോഴാണ് ചില കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നത്. മെയ് ഒരു പ്രൈവറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. അങ്കിൾ ടാക്ക് ഷോപ്പ് പണയം വെച്ച് പണമെടുത്തിരുന്നു. പക്ഷേ കൃത്യമായി ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടേയില്ല. കഴിഞ്ഞ കുറച്ചു നാളായി അങ്കിൾ ടാക്ക് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് കട സീസ് ചെയ്യുകയല്ലാതെ മറ്റു വഴികളില്ല. ഷോപ്പിൽ ഒരു ഫൈറ്റ് നടന്നു എന്നൊരു വിവരമുണ്ടെന്നും അതിനുശേഷമാണ് അങ്കിൾ ടാക്ക് മിസ്സിംഗ് ആയത് എന്നും അവൾ ജെറ്റിനോട് പറഞ്ഞിരുന്നു. മെയ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയതും തന്റെ ഗുരുവിനെ ജെറ്റ് അന്വേഷിക്കാൻ ആരംഭിച്ചു. പലയിടത്തും തിരഞ്ഞെങ്കിലും ജെറ്റിന് ആവശ്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ വീണ്ടും ആ പഴയ മോഷ്ടാക്കളുണ്ടല്ലോ അവർ ജെറ്റിനെ കണ്ടു. ജെറ്റിനടുത്തെത്തി തങ്ങളെ ശിഷ്യന്മാരാക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. ജെറ്റിന് തൽക്കാലം താമസിക്കാൻ പോലും ഇടമില്ല എന്ന് മനസ്സിലാക്കിയവർ തൽക്കാലത്തേക്ക് തങ്ങളുടെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞ് ജെറ്റിനെ അവരുടെ ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. അവർ താമസിച്ചിരുന്നത് ഒഴിഞ്ഞൊരു കെട്ടിടത്തിലായിരുന്നു. അവിടെ ഒരു ഗുണ്ടാ സംഘമുണ്ട്. അവരാകട്ടെ എപ്പോഴും ആ മോഷ്ടാക്കളുമായി പ്രശ്നത്തിൽ ഏർപ്പെടും. അവർ അങ്ങോട്ടേക്ക് എത്തിയ ആ സമയത്തും ഗുണ്ടാസംഘം അവിടെ ഉണ്ടായിരുന്നു. അവർ ആ മോഷ്ടാക്കളായ 3 പേർക്കെതിരെയും പ്രശ്നമുണ്ടാക്കാനും അവരെ മർദ്ദിക്കാനുമൊക്കെ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഇതിലൊക്കെ ഇടപെടണോ എന്ന് കരുതി ജെറ്റ് അവിടെ നിന്ന് പോവാൻ വേണ്ടി തുടങ്ങിയെങ്കിലും ആ മോഷ്ടാക്കളോട് സിമ്പതി തോന്നി ജെറ്റ് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു.
ഗുണ്ടാസംഘത്തിന്റെ ആളുകളെ ജെറ്റ് അടിച്ചൊതുക്കി അവിടെ നിന്ന് ഓടിച്ചു. ജെറ്റ് കാര്യം ഗുണ്ടാസംഘത്തെ അടിച്ചോടിച്ചെങ്കിലും അപ്പോഴേക്കും മോഷ്ടാക്കളുടെ താമസ സ്ഥലത്ത് തീ പടർന്നു പിടിച്ചു പോയിരുന്നു. ഗുണ്ടകൾ ഒപ്പിച്ച പണിയായിരുന്നു അത്. ആ മോഷ്ടാക്കളെ ഓർത്തപ്പോ ജെറ്റിന് സഹതാപം തോന്നി. ഒടുവിൽ ജെറ്റ് അവരുമായി തന്റെ മാസ്റ്ററുടെ ഷോപ്പിലേക്ക് തന്നെ പോയി. തൽക്കാലത്തേക്ക് അവിടെ തങ്ങാമെന്നായിരുന്നു ജെറ്റിന്റെ തീരുമാനം. അവർ അങ്ങോട്ടേക്ക് എത്തുമ്പോ ഷോപ്പിനകത്ത് ആരോ ഉള്ളതായി ജെറ്റിന് തോന്നി. അത് അന്നയായിരുന്നു. മാസ്റ്ററിന്റെ മരുന്നെടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയതാണ് അവൾ. ജെറ്റ് അന്നയെ പിടിക്കാൻ വേണ്ടി എത്തിയെങ്കിലും അവന്റെ കയ്യിൽപ്പെടാതെ തന്നെ രക്ഷപ്പെട്ടു പോയി. പിറ്റേന്ന് പുലർച്ചെ ഒച്ചയും ബഹളവും കേട്ടാണ് ജെറ്റ് എഴുന്നേൽക്കുന്നത്. ബാങ്കിന്റെ ആളുകൾ ഷോപ്പ് സീസ് ചെയ്യാൻ എത്തിയിരുന്നു. അവരോട് അവിടെ നിന്ന് ഒഴിയണമെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അവർ അവിടെ തങ്ങുകയാണല്ലോ. അതിന്റെ പേരിൽ മോഷ്ടാക്കളും ബാങ്കിന്റെ പ്രതിനിധികളും വലിയ പ്രശ്നത്തിൽ ഏർപ്പെടുകയായിരുന്നു. ജെറ്റ് അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. മെയ് ജെറ്റിനോട് പ്രതികരിച്ചു, ദേഷ്യപ്പെട്ടു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ മെയ് പോലീസിന്റെ അടുക്കൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒടുവിൽ ജെറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുകയായിരുന്നു. ജെറ്റ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ചോദ്യോത്തരങ്ങളും ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്ന പോലീസുകാരൻ വയറുവേദന കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ജെറ്റ് അയാളെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. പോലീസുകാരനും സഹകരിച്ചു. ഒടുവിൽ പാരമ്പര്യമായി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ജെറ്റ് അയാളെ സുഖപ്പെടുത്തി. അതവിടുത്തെ മറ്റു പോലീസുകാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ജെറ്റ് എങ്ങനെയാണ് അത് ചെയ്തത് എന്നറിയുവാൻ അവരൊക്കെ ജെറ്റിനടുക്കൽ കൂടി. ജെറ്റ് ഒരു പ്രശ്നക്കാരനല്ല എന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അധികം വൈകാതെ ജെറ്റ് ജയിൽ മോചിതനായി. ജെറ്റിനു മേലുള്ള ആരോപണവും കേസുമെല്ലാം മെയ് പിൻവലിച്ചതുകൊണ്ടായിരുന്നു അത്. വൈകാതെ ജെറ്റിനടുക്കലേക്ക് അവിടുത്തെ പോലീസ് കമാൻഡർ വന്നു. ജോണിയുടെ ഫോട്ടോ കാണിച്ചു പറഞ്ഞു, ഇവനൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. ഇവിടെ കുറച്ചു നാളുകളായി വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഇവനെ പിടികൂടാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? ജെറ്റ് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് മെയ്യുടെ കൂടെ ജെറ്റ് പുറത്തേക്ക് പോന്നു. ആ സമയം അങ്കിൾ ടാക്ക് എവിടെയുണ്ടാവും എന്നതിന്റെ ചില സൂചനകൾ മെയ് ജെറ്റിന് കൊടുത്തു. മെയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അവിടുത്തെ ഓരോ ഡോജോകളിലും മറ്റും ജെറ്റ് ചെന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. ആദ്യം അവനൊരു ഡോജോയിലെത്തി. പക്ഷെ അവിടുത്തെ ഇൻസ്ട്രക്ടർ ജെറ്റിനെ അപമാനിച്ചു. അവിടെയുള്ള തന്റെ ഒരു മികച്ച സ്റ്റുഡന്റിനെതിരെ ജെറ്റിനോട് പൊരുതാൻ പറഞ്ഞ് വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷേ അവനെ പരാജയപ്പെടുത്തൽ ജെറ്റിന് പൂപറിക്കുന്ന പോലെ ഈസിയായ ഒരു ജോലിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ജെറ്റിന് ആവശ്യമായ വിവരങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയതുമില്ല. ജെറ്റ് പിന്നാലെ പുറത്തിറങ്ങി. അപ്പോഴേക്കും അവന്റെ സുഹൃത്തുക്കളായി മാറിയ മോഷ്ടാക്കളും എത്തിച്ചേർന്നിരുന്നു. ജെറ്റ് അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ എത്തിച്ചേർന്നിരുന്ന ജോണിക്കെതിരെ അവൻ നടന്നെടുത്തു. പക്ഷേ ജോണിക്ക് ജെറ്റിനെയോ ജെറ്റിന് ജോണിയെയോ അപ്പോൾ പരസ്പരം അധികം പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വഴി തടസ്സപ്പെടുത്താതെ പരസ്പരം ക്രോസ് ചെയ്തവർ രണ്ടു വഴിക്കായി പോയി. ഈ സമയം ജെറ്റിനെ മനസ്സിലാക്കി ജെറ്റിനെ ഫോളോ ചെയ്ത് അന്ന അവിടെ എത്തിച്ചേർന്നിരുന്നു. ജെറ്റ് അധിക ദൂരം പോകുന്നതിന് മുമ്പ് ജെറ്റിനടുക്കൽ അങ്കിൾ ടാക്കിനെ പറ്റിയുള്ള വിവരമറിയിക്കാൻ അന്ന ശ്രമിച്ചു. മറുവശത്ത് അവിടെ എത്തിയ ജോണിയാകട്ടെ നേരെ പോയത് ജെറ്റ് ഇറങ്ങി വന്ന അതേ ഡോജോയിലേക്കായിരുന്നു. അവിടുത്തെ ഡോജോ മാസ്റ്ററെ അടക്കം പരാജയപ്പെടുത്തി തന്റെ പേര് കൂടുതലായി ഉയർത്തുകയായിരുന്നു ജോണിയുടെ പ്രധാന ഉദ്ദേശം. ജോണി അവിടെയും ക്രൂരമായി പ്രവർത്തിച്ചു. ഡോജോ മാസ്റ്ററെ പരാജയപ്പെടുത്തുകയും അവിടുള്ള കുട്ടികളെ അടക്കം ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിനോടകം അത്തരത്തിൽ പല കോളേജുകളും ജോണി ആക്രമിച്ച് നിർത്തലാക്കിപ്പിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് അന്നയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്റെ മാസ്റ്ററെ ജെറ്റ് ചെന്ന് കാണുകയാണ്. പക്ഷെ മാസ്റ്റർ ജെറ്റിനടുക്കൽ ദേഷ്യത്തിലായിരുന്നു. ജെറ്റിന് തന്റെ മേലൊരു കെയറിങ്ങുമില്ലെന്നും അതുകൊണ്ടാണ് അവൻ ഇത്ര നാളും കഴിഞ്ഞ് ഇത്ര വൈകി ഇപ്പോൾ അമേരിക്കയിലേക്ക് വരുന്നത് എന്നായിരുന്നു മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ജെറ്റ് തന്റെ നിരപരാധിത്വം വ്യക്തമാക്കി. വിസ പ്രോസസിന് സമയമെടുത്തു. കള്ളവഴികളിലൂടെ അങ്ങോട്ടേക്ക് വരാൻ ജെറ്റിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം മെയ് ഓഫീസിലിരിക്കുമ്പോ തന്റെ ബോയ്ഫ്രണ്ട് തന്നെ ചതിക്കുന്നതായ കാര്യങ്ങൾ അവൾ നോക്കിക്കണ്ടു. അവിടെ ഒരു പ്രശ്നം അരങ്ങേറാൻ തുടങ്ങുമ്പോഴായിരുന്നു ജെറ്റ് അങ്ങോട്ടേക്ക് ഷോപ്പിന്റെ കാര്യം മെയ്യെ കണ്ട് സംസാരിക്കാൻ വേണ്ടി എത്തുന്നത്. ഒരു ഘട്ടത്തിൽ ജെറ്റിന് മെയ്യുടെ ബോയ്ഫ്രണ്ടുമായി ഒന്നെതിരിടേണ്ടി വന്നു. ആ സമയം ജെറ്റ് തന്റെ ബോയ്ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ബോയ്ഫ്രണ്ടിനോട് ബ്രേക്കപ്പ് പ്രഖ്യാപിച്ചായിരുന്നു മെയ് അവിടെ നിന്നിറങ്ങിയത്. അവർ ഒന്നിച്ച് കാർ പാർക്കിങ്ങിലേക്ക് എത്തി. അപ്പോഴതാ അവിടെ ജോണി എത്തിച്ചേർന്നിരിക്കുന്നു. അങ്കിൾ ടാക്കിന്റെ പ്രഥമ ശിഷ്യനെ പറ്റി വിവരമറിഞ്ഞിട്ടായിരുന്നു ആ വരവ്. ജെറ്റിനെയും ഫൈറ്റിനെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുക എന്നതാണ് ജോണിയുടെ ലക്ഷ്യം. ഇതേ സമയം തന്നെ മെയ്യുടെ കാർ മോഷ്ടിക്കാൻ വേണ്ടി ഒരു ഗ്യാങ്സ്റ്റർ സംഘവും എത്തിയിരുന്നു. ജെറ്റ് മുമ്പ് ഒരു ഗുണ്ടാ സംഘത്തെ അടിച്ചൊതുക്കിയിരുന്നല്ലോ. അവരുടെ ബോസും സംഘവുമായിരുന്നു അത്. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഒരു തരത്തിൽ മെയ്യിനെയും കൂട്ടിക്കൊണ്ട് ജെറ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. അവരൊടുവിൽ എത്തിച്ചേർന്നത് ബീച്ചിലാണ്. സംസാരിക്കാൻ
സംസാരിച്ച് ബീച്ചിലൂടെ കുറച്ചുനേരം അവർ നടന്നു. പിന്നീട് ഇരുവരും വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. കാർ ഓടിക്കാൻ വേണ്ടി മെയ് കാറിൽ കയറി. പാസഞ്ചർ സീറ്റിലിരുന്ന ജെറ്റ് താൻ ഡ്രൈവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അവൾ അത് നോക്കി കണ്ടു. ജെറ്റിന് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അവൾ ജെറ്റിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്നേറ്റു. പിന്നീട് അവിടെ നിന്ന് വണ്ടി ഓടിച്ചത് ജെറ്റായിരുന്നു. മെയ് നിർദ്ദേശങ്ങൾ കൊടുത്തു. പക്ഷേ നേരായ രീതിയിലല്ല ജെറ്റ് വണ്ടി ഓടിക്കുന്നത്. ഒടുവിൽ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു തരത്തിലായിരുന്നു പോലീസിൽ നിന്ന് അവർ ഊരിപ്പോന്നത്. അന്ന് രാത്രിയിൽ അന്നയും മോഷ്ടാക്കളും ചേർന്ന് അങ്കിൾ ടാക്കിനുള്ള മരുന്നെടുക്കാൻ വേണ്ടി അവരുടെ ബിൽഡിംഗിൽ വന്നിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് ജോണിയുടെ സംഘാംഗങ്ങൾ വരുന്നത്. അന്നയെ ബന്ദിയാക്കി കൊണ്ടുപോകാനായിരുന്നു അവരുടെ ശ്രമം. അവിടെ ഒരു ഏറ്റുമുട്ടൽ നടന്നു. ജോണിയുടെ സുഹൃത്തുക്കളായ മോഷ്ടാക്കൾ അന്നയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ജോണിയുടെ സംഘാംഗങ്ങൾക്കെതിരെ നിന്നു. നല്ല രീതിയിൽ അടിവാങ്ങി അവർ അവശരായി പോയെങ്കിലും അന്നയെ അവർ പ്രൊട്ടക്ട് ചെയ്തു. തിരിച്ചെത്തിയ ജെറ്റ് കണ്ടത് ഫൈറ്റിൽ പരിക്കേറ്റ അവശരായ തന്റെ ആ കൂട്ടുകാരിയായിരുന്നു. വീണ്ടും അതുപോലൊന്ന് സംഭവിക്കാതിരിക്കാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ജെറ്റ് തീരുമാനിച്ചു. പിന്നീട് പരിശീലന കാലയളവായിരുന്നു. സ്വയം പ്രതിരോധം എങ്ങനെയാണ് വേണ്ടത് എന്ന തരത്തിൽ ജെറ്റ് അവരെ മാർഷൽ ആർട്സ് പരിശീലിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. അവർ മെച്ചപ്പെട്ടു. അത്യാവശ്യം സ്വയം പ്രതിരോധത്തിനുള്ള മാർഷൽ ആർട്സും പഠിച്ചെടുത്തു. പിന്നീട് ഒരു ദിവസം മാസ്റ്ററുടെ കടയിൽ അവർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ജോണിയുടെ സംഘാംഗങ്ങൾ കടന്നുവരും, അവരെ ആക്രമിക്കണം എന്ന കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അവരുടെ കാത്തിരിപ്പ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ജോണിയുടെ സംഘാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തി. അവരോട് ഏറ്റുമുട്ടാൻ ജോണി പറഞ്ഞയച്ചതുപോലും തന്റെ കൂട്ടുകാരിയായിരുന്നു. പരിശീലനം കിട്ടിയിരുന്ന അവർ അവർക്കെതിരെ പോരടിച്ചു. ഒടുവിൽ ജോണിയുടെ സംഘാംഗങ്ങൾ പരിക്കേറ്റ് തോറ്റു പിന്മാറിയോടി. ഒടുവിൽ ജോണിയുടെയും ജെറ്റിന്റെയും ഊഴമെത്തി. ജോണി ജെറ്റിനെ ഒരു ഫൈറ്റിന് വെല്ലുവിളിച്ചു. അവർ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷേ ഫൈറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് പോലീസ് അങ്ങോട്ടേക്ക് എത്തി. ജോണിയുടെ മേൽ അതിനോടകം കുറെ കേസുകൾ ഉള്ളതുകൊണ്ട് ജോണി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജെറ്റും ശിഷ്യന്മാരും കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ജോണി അവർ പിടിക്കാൻ സഹായിച്ചു എന്ന കാര്യം കൂടി പരാമർശിക്കപ്പെട്ടതോടെ അവർ മോചിതരാവുകയാണ്. ഇതേസമയം അങ്കിൾ ടാക്ക് ജോണി മോഷ്ടാക്കളെ തന്റെ ശിഷ്യന്മാരാക്കിയതും അവരെ മാർഷൽ ആർട്സ് പഠിപ്പിച്ചതുമായ വിവരമൊക്കെ അറിഞ്ഞു. ജോണിക്കുമേൽ അങ്കിൾ ടാക്കിന് വലിയ ദേഷ്യം തോന്നി. ജെറ്റിന്റെ വിധിയും തന്നെ പോലെ ആവരുത് എന്നൊക്കെയുണ്ടെന്ന് വല്യവായിൽ അങ്കിളെന്ന് ജെറ്റിനോട് പറഞ്ഞു. അങ്കിൾ ടാക്ക് ജെറ്റിനോട് ഒരുപാട് ദേഷ്യപ്പെടുകയും നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഹോങ്കോങ്ങിലേക്ക് വേഗം തിരികെ പൊക്കോ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇതേസമയം മറുവശത്ത് ജോണി തന്റെ പിടിപാടുകൾ കൊണ്ടും കൈക്കൂലി കൊണ്ടും ഒക്കെയായി വേഗത്തിൽ പുറത്തിറങ്ങിയിരുന്നു. തന്നെ സഹായിക്കാതെ രക്ഷപ്പെടാൻ നോക്കിയ ബിസിനസ് ഫ്രണ്ടിനെ വരെ ജോണി വകവരുത്തി. അങ്കിൾ ടാക്ക് ജെറ്റിനോട് പോവാൻ പറഞ്ഞതോടെ ഗുരുവിനെ ബഹുമാനിക്കുന്ന ജെറ്റ് തിരികെ പോകാൻ തീരുമാനിച്ചിരുന്നു. അവൻ ബസ്സിൽ കയറി മെയ് യാത്രയാക്കാൻ എത്തിയിരുന്നു. വളരെ ദുഃഖിതയായിട്ടായിരുന്നു മെയ് കാണപ്പെട്ടത്. ആ ചുരുങ്ങിയ കാലയളവിൽ ജെറ്റിനെ മെയ് ഇഷ്ടപ്പെട്ടിരുന്നു. മറുവശത്ത് തന്റെ ഷോപ്പിലായിരുന്ന അങ്കിൾ ടാക്കിനെ തേടി ജോണിയുടെ ഫോൺ കോൾ എത്തി. അന്നയെ തങ്ങൾ തട്ടിക്കൊണ്ടു പോന്നെന്നും വിട്ടുകിട്ടണമെങ്കിൽ ജോണി പറയുന്ന ഇടത്തേക്ക് വരണം എന്നുമായിരുന്നു ഫോൺ വിളിച്ച ജോണിയുടെ കയ്യാൾ പറഞ്ഞത്. വരണ്ട ലൊക്കേഷൻ അയാൾ പറഞ്ഞുകൊടുത്തു. അങ്കിൾ ടാക്ക് അതൊരു പേപ്പറിൽ എഴുതി. ഇതേസമയം മറുവശത്ത് ജെറ്റ് ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു അബദ്ധം പറ്റി. അവൻ തന്റെ പാസ്പോർട്ട് മറന്നുപോയിരുന്നു. പക്ഷെ ആ ബസ്സിൽ ജോണിയെ ടാർഗറ്റ് ചെയ്ത് പഴയ ഗ്യാങ്സ്റ്റർ ബോസ് ഉണ്ടായിരുന്നു. അയാൾ ജോണിയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ ഒരു ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റുമുട്ടലിനിടയിൽ സ്വന്തം കൈകൊണ്ട് തന്നെ വെടിയുതിർത്ത് അയാൾ കൊല്ലപ്പെട്ടു. ജെറ്റ് പാസ്പോർട്ട് മറന്ന കാര്യം മെയ് മനസ്സിലാക്കിയിരുന്നു. ജെറ്റിനെ കൂട്ടാൻ മെയ് അങ്ങോട്ടേക്ക് എത്തി. പിന്നാലെ ജെറ്റും മെയ്യും കൂടി മാസ്റ്ററിന്റെ ഷോപ്പിലേക്ക് ചെന്നു. അവിടായിരുന്നു അവന്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നത്. അത് നോക്കുമ്പോഴാണ് അവിടെ എഴുതി വെച്ചിരുന്നൊരു വിൽപത്രം പോലൊരു കുറിപ്പ് ജെറ്റ് നോക്കിക്കാണുന്നത്. തനിക്ക് വല്ലതും സംഭവിച്ചാൽ ഈ കടയും എന്റെ സ്വത്തുക്കളും ജെറ്റിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഗുരു എഴുതിവെച്ച മാസ്റ്റർ എഴുതിവെച്ച ഒരു കുറിപ്പായിരുന്നു അത്. കൂട്ടത്തിൽ ഒരു അഡ്രസ്സും ഉണ്ട്. മെയ്യുമായി സംസാരിച്ചപ്പോ മാസ്റ്ററിന് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്, മാസ്റ്റർ അപകടത്തിലായിരിക്കും എന്ന കാര്യം മെയ് ജെറ്റിനോട് പറഞ്ഞു. അതോടെ മാസ്റ്റർ എങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുക എന്നവർ ആലോചിച്ചു. മാസ്റ്റർ പേപ്പറിൽ അഡ്രസ് എഴുതിയിരുന്നതുകൊണ്ട് അതും അവർക്ക് നോക്കിക്കാണാൻ സാധിച്ചു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അങ്കിൾ ടാക്കും ജോണിയുടെ ശിഷ്യന്മാരും ആ ലൊക്കേഷനിലേക്ക്
സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. അത് വളരെ വലിയൊരു റൂഫ് ടോപ്പാണ്. അവിടെ അന്നയെ കെട്ടിത്തൂക്കിയ നിലയിൽ ബന്ദിയാക്കിയും തന്റെ നിരവധി ശിങ്കിടികളുമായും ജോണി നിൽക്കുന്നുണ്ടായിരുന്നു. വൈകാതെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ആളെണ്ണത്തിൽ കൂടുതൽ വരുന്ന ജോണിയുടെ ആളുകളുമായി അങ്കിൾ ടാക്ക് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ പ്രായമേറിയ വ്യക്തിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? അങ്കിൾ ടാക്ക് കഷ്ടപ്പെടാൻ ആരംഭിച്ചപ്പോ ജെറ്റിന്റെ ശിഷ്യന്മാർ അത് കണ്ടങ്ങോട്ടേക്ക് പാഞ്ഞെത്തി മാസ്റ്ററെ സംരക്ഷിച്ച് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ അവർക്കും ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അവരും കഷ്ടപ്പെടാൻ ആരംഭിച്ചു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് സാക്ഷാൽ ജെറ്റിന്റെ വരവ്. ജെറ്റ് ഫൈറ്റ് ആരംഭിച്ചു. നീണ്ട ഫൈറ്റ് തന്നെ നടന്നു. ജോണിയുടെ ആളുകൾ മുഴുവൻ ജെറ്റ് അടിച്ചൊതുക്കി. ഇതിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന അന്നയെ കൊലപ്പെടുത്താൻ വേണ്ടി ജോണിയുടെ ആളുകൾ ശ്രമം നടത്തിയെങ്കിലും മാസ്റ്ററും ജെറ്റിന്റെ ശിഷ്യന്മാരും ചേർന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്തു. വൈകാതെ ജോണിയും ജെറ്റും തമ്മിൽ ഫൈറ്റ് ആരംഭിക്കുകയാണ്. വളരെയധികം തീവ്രമായ ഒരു ഫൈറ്റായിരുന്നു അത്. താൻ വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയ ജോണി അവിടുത്തെ ഗ്യാസ് പൈപ്പ് തകർത്തു. വൈകാതെ അവിടം സ്ഫോടനത്തിന് വിധേയമാകുമായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ജോണി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു മരിച്ചു. അത്ഭുതകരമായി മറ്റുള്ളവരുടെ സഹായത്തോടെ ജെറ്റ് രക്ഷപ്പെട്ടു. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയായിരുന്നു. ജോണി കാരണം നഗരത്തിലുണ്ടായിക്കൊണ്ടിരുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ അവസാനിച്ചു. അന്ന തന്റെ സ്കൂളിങ്ങും മറ്റുമായി മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങി. അന്നയ്ക്ക് സപ്പോർട്ടായി മാസ്റ്ററും ജെറ്റും മറ്റുമുണ്ടായിരുന്നു. ജെറ്റ് തിരികെ ഹോങ്കോങ്ങിലേക്ക് പോവാൻ തീരുമാനിച്ചിരുന്നു. അവൻ ബസ്സിൽ കയറി. അപ്പോഴാണ് അതിശയത്തോടെ അവനൊന്ന് മനസ്സിലാക്കുന്നത് അവന്റെ കൂടെ പോരുവാൻ വേണ്ടി മെയ്യും അതേ ബസ്സിൽ കയറിയിട്ടുണ്ടെന്ന്. അവന്റെ കൂടെ ജീവിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് മെയ് ജെറ്റിനോട് തുറന്നു പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ജെറ്റിന്റെ പാസ്പോർട്ട് കാണാനില്ല. സംഭവം എന്തെന്നാൽ മാസ്റ്ററും ജെറ്റിന്റെ ശിഷ്യന്മാരും പാസ്പോർട്ട് ജെറ്റിന് കൊടുത്തിരുന്നില്ല. ജെറ്റ് പോവാതിരിക്കാൻ വേണ്ടി അവർ അത് കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.